പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം നേതാവായി എൻഡിഎ യോഗം തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. സർക്കാർ ഉണ്ടാക്കാൻ നേതാക്കൾ ഉടൻ രാഷ്ട്രപതിയെ കാണും. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രിയാകുന്നത്. അതുപോലെ തന്നെ സർക്കാർ ഉണ്ടാക്കാൻ നേതാക്കൾ എപ്പോഴാണ് രാഷ്ട്രപതിയെ കാണുക? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ? പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം നേതാവായ എൻഡിഎ യോഗം തെരഞ്ഞെടുത്തു. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴമാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. എപ്പോഴാണ് സർക്കാർ ഉണ്ടാക്കാൻ നേതാക്കൾ രാഷ്ട്രപതിയെ കാണുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിര ഇന്ന് തന്നെ എൻഡിഎ നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് ഈ സർക്കാർ ഉണ്ടാക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും അതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാഷ്ട്രപതിയെ കാണുന്ന ഘട്ടത്തിൽ ഈ സഖ്യകക്ഷികളുടെ പിന്തുണക്കത്തടക്കം രാഷ്ട്രപതിക്ക് കൈമാറും. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഞായറാഴ്ചയോടുകൂടി തന്നെ മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം. സ്വാഭാവികമായും നേരത്തെ തന്നെ സുരേഷ് ഗോപി കേരളത്തിലെ ആദ്യത്തെ BJPയുടെ MP ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ ആവർത്തിച്ച് സുരേഷ് ഗോപിയോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്, താൻ അങ്ങോട്ട് അത്തരം കാര്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ അതിനകത്ത് സുരേഷ് ഗോപിക്ക് കൃത്യമായ ഒരു നിർദ്ദേശം അത് സംബന്ധിച്ച് ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോദി സർക്കാർ അല്ലെങ്കിൽ മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഞായറാഴ്ച തന്നെ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നതാണ് നിലവിലെ ഒരു വിവരം. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏതായാലും വലിയ നിലയിൽ NDA മുന്നണി ഒരു ശക്തിയായി മാറാൻ പോകുന്നു എന്നുള്ള നിലയിലേക്ക്, അതായത് ഈ സഖ്യകക്ഷികളെയൊക്കെ തന്നെ ഒരു സമവായത്തിലൂടെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകും എന്ന ഒരു സൂചന തന്നെയാണ് മോദി ഈ NDA യോഗത്തിലടക്കം അദ്ദേഹം പ്രസംഗിക്കുന്ന വേളയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കെതിരെ വലിയ വിമർശനവും മോദി നടത്തുന്നു. കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയായിട്ട് പോലും 100 സീറ്റ് എന്നതിനപ്പുറത്തേക്ക് കടക്കാൻ ഇന്ത്യ മുന്നണിക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്ന വിമർശനമാണ്. തെറ്റായ ചില വാഗ്ദാനങ്ങളും വിമർശനങ്ങളുമൊക്കെ മുന്നോട്ട് വെക്കുന്നു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ പറയുന്നു, നടപ്പാക്കാൻ കഴിയാത്ത നിലയിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു. ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണി മാറുന്നു എന്ന നിലയിലേക്കുള്ള വലിയ വിമർശനം ഇന്ത്യ മുന്നണിക്കെതിരെയും മോദി ഉയർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ നിലയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം ഇന്ന് NDA യോഗത്തിൽ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് തന്നെ NDA നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കത്ത് നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വെക്കേണ്ടത് സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നു എന്നതുകൂടിയാണ്. ആതിര, വ്യക്തമാണ്. സർക്കാർ ഉണ്ടാക്കാൻ നേതാക്കൾ അല്പസമയത്തിനകം രാഷ്ട്രപതിയെ കാണും. महाप्रभु जगन्नाथ, और मैंने अनुभव किया हमेशा। मैं हमेशा मानता हूं ईश्वर के अनेक रूप होते हैं, लेकिन जब मैं भगवान महाप्रभु जगन्नाथ जी को याद करता हूं तो मैं हमेशा मानता हूं ये गरीबों के देवता है। और वहां जो क्रांति रूप परिणाम आया है, मैं इसे एक रिवॉल्यूशन देख रहा हूं। और मैं इसके साथ कह सकता हूं कि विकसित भारत का हमारा जो सपना है, आने वाले 25 वर्ष, पहले मैंने 10 साल कहा था, यहां मैं 25 साल कह रहा हूं, आने वाले 25 साल महाप्रभु जगन्नाथ जी की कृपा से उड़ीसा देश की विकास यात्रा के ग्रोथ इंजन पैकी एक होगा। साथियों,